സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ, ദുഃഖത്തിൻ സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ, നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. കരങ്ങൾ കൂപ്പാം, കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. തമ്പുരാൻ്റെ കരുണ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്ന നിമിഷമാണ്. തമ്പുരാനെ, നിൻ്റെ കാരുണ്യം ഒഴുകിയിറങ്ങുന്ന ഈ നിമിഷങ്ങളിൽ അത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, കുടുംബങ്ങളിലേക്കൊക്കെ നീ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏതെല്ലാം വിഷയങ്ങൾ നിങ്ങളുടെ മനസ്സിനെ, ചിന്തകളെ ഒക്കെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ, ആകുലപ്പെടുത്തുന്നുണ്ടോ, ആ വിഷയങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കരുണയൊഴുകിയിറങ്ങുന്ന നിമിഷങ്ങളായിട്ടത് മാറട്ടെ. ദൈവം തൻ്റെ സ്നേഹത്തിൽ നമുക്കായി നൽകിയതാണ് പുത്രനായ ഈശോയെ. ആ ഈശോ താൻ ലോകം വിട്ടു പോകേണ്ട സമയമായി എന്നറിഞ്ഞപ്പോൾ അപ്പസ്വലന്മാരെ ചേർത്തിരുത്തിയിട്ട് ഈശോ പറഞ്ഞു, ഇതാ എൻ്റെ ശരീരം, ഇതാ എൻ്റെ രക്തം, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, വാങ്ങി കുടിക്കുവിൻ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടൊപ്പമായിരിക്കും എന്ന് വാഗ്ദാനം ചെയ്ത ഈശോ ഇതാ ഈ അപ്പത്തിൽ, ഈ ദിവ്യകാരുണ്യത്തിൽ നമ്മോടൊപ്പമായിരിക്കും നിമിഷം. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങൾ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൻ്റെ, കുടുംബാംഗങ്ങളുടെ, മക്കളുടെ, ജീവിത പങ്കാളിയുടെ, കൂടപ്പിറപ്പുകളുടെ എല്ലാവരുടെയും വേദനകളെയും ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും ജീവിത ഭാരങ്ങളെല്ലാം കർത്താവിൻ്റെ കാരുണ്യത്തിൽ ഈ നിമിഷം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ കരുണാമയനായി എഴുന്നള്ളിരിക്കുന്ന സമയമാണ്. കരങ്ങൾ രണ്ടും തുറന്ന് യാതനാപൂർവം പിടിക്കാം. തമ്പുരാൻ്റെ കാരുണ്യം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുമ്പോൾ സ്നേഹത്തോടെ ആ കരുണയിൽ നമ്മളെയും പങ്കുകാരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 119 50 വചനത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഇങ്ങനെയാണ്: അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം. എൻ്റെ ദുരിതങ്ങളിൽ ആശ്വാസം എന്ന് പറയുന്നത് അങ്ങയുടെ വാഗ്ദാനമാണ്. അങ്ങയുടെ വാഗ്ദാനങ്ങൾ എനിക്ക് ജീവൻ നൽകുന്നു എന്നാണ് സങ്കീർത്തകൻ പറഞ്ഞത്. കർത്താവിൻ്റെ കരുണയുടെ വാഗ്ദാനം, സ്നേഹത്തിൻ്റെ വാഗ്ദാനം, നിത്യജീവിതത്തിൻ്റെ വാഗ്ദാനം, സ്വർഗത്തെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ എല്ലാം എനിക്ക് ജീവൻ നൽകുന്നതാണ്. ദുരിതങ്ങളിൽ, വേദനകളിൽ, കഷ്ടപ്പാടുകളിൽ എനിക്ക് ആശ്വാസം തരുന്നത് തമ്പുരാനെ നിൻ്റെ വാഗ്ദാനങ്ങളാണ്. നിന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്ന് നീ പറഞ്ഞില്ലേ? നിന്റെ സ്നേഹത്തിൽ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതവും നശിച്ചു പോകില്ല എന്ന് നീ പറഞ്ഞില്ലേ? എനിക്കും എൻ്റെ കൂടാരത്തിന് ചുറ്റും നീ കോട്ട തീർക്കുമെന്ന് വാഗ്ദാനം ചെയ്തില്ലേ? ഈശോ, ഈ വാഗ്ദാനങ്ങളെല്ലാം ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ തലമുറകൾക്ക് വേണ്ടിയെല്ലാം ഈശോയെ നീ വാഗ്ദാനം ചെയ്തതെല്ലാം ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് പറയട്ടെ. ഇരുകരങ്ങൾ ദൈവസനത്തിലേക്ക് ഉയർത്തിക്കേ. ഈശോ വാഗ്ദാനം ചെയ്ത എല്ലാ വാഗ്ദാനങ്ങളും, വചനത്തിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് ഒഴുകിയിറങ്ങാൻ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്ത ഈശോ അന്ത്യത്തോളം നമ്മുടെ കൂടെ നടക്കാൻ നിത്യസഹായകനായി ഈശോ തൻ്റെ ആത്മാവിനെ നമുക്ക് വാഗ്ദാനം ചെയ്തു. ആ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാൻ ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ റോമ 5:5 നാം വായിക്കുന്നില്ലേ, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ
നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം ഈ ആത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് നിരാശയില്ല, ആകുലതകളില്ല, അസ്വസ്ഥതകളില്ല. ഇന്ന് ഭരിക്കുന്നതൊന്നും അസ്വസ്ഥപ്പെടുത്തുന്നൊന്നും എന്നെ നിരാശയിലേക്ക് തള്ളിയിടാൻ മാത്രം ശക്തമല്ല എന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ബലപ്പെടുത്തി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പ്രതീക്ഷയോടെ, ഈ പ്രത്യാശയോടെ കരങ്ങൾ രണ്ട് ദൈവസന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ, ദൈവമേ, നിൻ്റെ വാഗ്ദാനങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നീ ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്നെ സ്നേഹിക്കുന്നവർക്കായി നീ വാഗ്ദാനം ചെയ്തിരിക്കുന്ന സകല അനുഗ്രഹങ്ങളിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ആ അനുഗ്രഹങ്ങൾ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും ഒഴുകിയിറങ്ങാൻ നിൻ്റെ കരുണയാൽ കർത്താവെ ഒഴുകപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോയെ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. നിന്റെ അനന്തമായ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. നിന്റെ അനന്തമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവേ, നിന്റെ സകല വാഗ്ദത്തങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ള നിന്റെ ആഗ്രഹമുണ്ടല്ലോ കർത്താവേ, ആഗ്രഹം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഈശോയെ, 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 ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ കർത്താവേ, ഞങ്ങളെ വീണ്ടെടുക്കണമേ. ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ അവരുടെ മേലെല്ലാം നിന്റെ കരുണ വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, യേശുവേ ആരാധന. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ മഹത്വം. കരങ്ങൾ കൂപ്പി, കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്താനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്താനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. ഇരു കരങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. വിടുതൽ കിട്ടേണ്ട, വിശുദ്ധീകരിക്കപ്പെടേണ്ട എല്ലാ മേഖലകളിലേക്കും ദൈവശക്തി വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കർത്താവേ നിന്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ രോഗികളായിരിക്കുന്ന എല്ലാ മക്കളെയും സ്പർശിക്കണമേ. തീരാ രോഗികൾ കർത്താവേ, മരുന്നുകൾ കഴിച്ചിട്ട് സൗഖ്യം കിട്ടാത്ത രോഗാവസ്ഥകൾ, മാരക രോഗങ്ങൾ, മാറാ രോഗങ്ങൾ, രോഗം മൂലം തകർന്നു പോയ കുടുംബത്തിൻ്റെ അവസ്ഥകൾ, സാമ്പത്തിക മേഖലകൾ, എല്ലാറ്റിനും മേലെ നിന്റെ കരുണ വർഷിക്കണമേ. യേശുവേ, നിന്റെ സുഖപ്പെടുത്തുന്ന കരം നീട്ടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ഒരു നിമിഷം കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകളെ, വിഷമങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈശോയുടെ മുമ്പിലേക്ക് ഇറക്കി വയ്ക്കാം. ഇത്ര സ്നേഹത്തോടെ നിന്നെ നോക്കുന്ന ഒരു കണ്ണുകളും ഈ ലോകത്തില്ല. ഇത്ര കരുണയോടെ നിന്നെ കടാക്ഷിക്കുന്ന കണ്ണുകൾ ഈ ലോകത്തില്ല. മനുഷ്യൻ്റെ കണ്ണുകൾ അത് സ്വാർത്ഥതയുടെ കണ്ണുകളാണ്. അത് അഹങ്കാരത്തിൻ്റെയും അസൂയയുടെയും കണ്ണുകളായിട്ട് മാറാം. അത് കുറ്റപ്പെടുത്തലിൻ്റെയും പരിഹാസങ്ങളുടെയും ഒക്കെ സ്വഭാവം എടുക്കാം. പക്ഷേ യേശുവിൻ്റെ കണ്ണുകൾ അത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും നയനങ്ങളാണ്. ആ കണ്ണുകളിലൂടെ ഈശോ നിന്നെ കാണുന്നു. ആ കണ്ണുകളിലൂടെ ഈശോ നിന്നോട്
കരുണയുടെ ഭാവം കാണിക്കുകയാണ്. ഈശോയോട് പറ, ഈശോയെ ഇതൊക്കെയാണ് എൻ്റെ വിഷമങ്ങൾ, എനിക്കും എൻ്റെ സങ്കടങ്ങളുണ്ട്, എനിക്കും എൻ്റെ വേദനകളുണ്ട്. പുറമെ ഒത്തിരി ചിരിക്കുന്നുണ്ടെങ്കിലും സന്തോഷിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഒത്തിരി വേദനകൾ കൊണ്ട് നടക്കുന്നുണ്ട്. കടലോളം സങ്കടങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്, മനസ്സിലുണ്ട്. ആരോട് പറയാൻ പറ്റാത്ത, പങ്കുവയ്ക്കാൻ പറ്റാത്ത എത്രമാത്രം സ്വകാര്യ വേദനകൾ എൻ്റെ നെഞ്ചിൽ അതൊരു നീറ്റലായി, ഒരു തീയായി ഞാൻ കൊണ്ട് നടക്കുന്നുണ്ട്. ഈശോയെ ഇതെല്ലാം നിൻ്റെ മുമ്പിൽ ഈ നിമിഷം ഇറക്കി വയ്ക്കുന്നു. എൻ്റെ വേദനകളെല്ലാം കേൾക്കാൻ കർത്താവ് ഈ അൾത്താരയിൽ നീ എഴുന്നള്ളി വന്നല്ലോ. എൻ്റെ സങ്കടങ്ങളെ കാണാൻ ഇത് ഈ അൾത്താരയിൽ എന്നെ കാത്തിരിക്കുന്നുണ്ടല്ലോ. ഈശോയെ നീ നിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മുടെ വേദനകളെ, നമ്മുടെ സങ്കടങ്ങളെല്ലാം ഈശോയുടെ സ്നേഹത്തിലേക്കൊന്ന് സമർപ്പിച്ചേ. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ജോലിയില്ലാത്ത മക്കളുണ്ടെങ്കിൽ കർത്താവ് എനിക്കൊരു ജോലി തരാൻ പറ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശോയെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരാൻ പറ. സ്വന്തമായി ഭവനമില്ലാത്തവരുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങൾക്കൊരു ഭവനം വേണം, ഈശോ ഞങ്ങൾക്കൊരു ഭവനം തരണമേ എന്ന് പറ. സ്വന്തമായിട്ടുള്ള വരുമാന മാർഗങ്ങൾ തകർന്നു പോയവരുണ്ടെങ്കിൽ ഈശോയെ ഒരു പുതിയ വരുമാന മാർഗം ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറ. മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊടുക്കുക. അതിലൂടെ നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ വൈകാരിക മനുഷ്യൻ്റെ വേദനകളെ ഒക്കെ ഈശോയ്ക്ക് കൊടുക്കുക. എന്നിട്ട് പറയും, ഈശോയെ ഈ വിഷയത്തിൽ നീ കരുണ കാണിക്കണമേ. ജീവിത പങ്കാളിയുടെ ദുസ്വഭാവത്തെയും ദുശീലത്തെയും ഓർത്തൊക്കെ വേദനിക്കുന്നുണ്ടോ? പറ, ഈശോയെ എൻ്റെ ജീവിത പങ്കാളിക്ക് ഇന്നിന്ന ദുശീലങ്ങളുണ്ട്, ഇന്നിന്ന ദുസ്വഭാവങ്ങളുണ്ട്, ഈശോയെ കരുണ വർഷിക്കണമേ എന്ന് പറ. ഏതെല്ലാം മേഖലകളിൽ നിങ്ങൾ അസ്വസ്ഥരാണോ ആ വിഷയങ്ങളൊക്കെ ഈശോയോട് പറ. ആത്മീയ ജീവിതത്തിൽ എവിടെയൊക്കെ പാളിച്ചകളുണ്ടോ, എവിടെയൊക്കെ ഭാരം വഹിക്കുന്നുണ്ടോ, അതെല്ലാം ഈശോയോട് പറ. ഈശോയെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല, എനിക്ക് ഈശോ നിന്നെ സ്നേഹിക്കാൻ പറ്റണില്ല, ഈശോ എനിക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റണില്ല, എനിക്ക് വചനം വായിക്കാൻ താല്പര്യമില്ല. പിന്നെ ആത്മീയ ജീവിതത്തിൽ എവിടെയൊക്കെ അസ്വസ്ഥകൾ നേരിടുന്നുണ്ടോ അതെല്ലാം ഈശോയോട് പറ. ഈശോയെ ഇതാണ് എൻ്റെ അവസ്ഥ. നമ്മെ അറിയുന്നവനാണ് നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നത്, പൂർണ്ണമായി അറിയുന്നവനാണ് അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. അപ്പോൾ ഈശോയോട് പറ, ഈശോയെ ഇതാ ഞാൻ എന്നെ നിൻ്റെ മുമ്പിൽ തുറന്നു വയ്ക്കുക. എന്നെ പൂർണ്ണമായി അറിയുന്നവൻ നീ മാത്രമാണല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പൂർണ്ണമായ പരിഹാരം തരാൻ ഈശോയെ നിൻ്റെ സ്നേഹത്തിന് മാത്രമേ കഴിയൂ എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനെയും നമുക്ക് ചേർത്ത് നിർത്താം. ചുറ്റുപാടും വേദനിക്കുന്ന അനേകം മക്കളുണ്ട്. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധത്തിൻ്റെ ഭീഷണിയുടെ നടുവിലായിരിക്കുന്ന രാജ്യങ്ങളൊക്കെ സമർപ്പിക്കാം. മത തീവ്രവാദത്തിൻ്റെ അസ്വസ്ഥതകളുടെ നടുവിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളൊക്കെ സമർപ്പിക്കാം. സമാധാനം നഷ്ടപ്പെട്ടു പോയ ഇടങ്ങൾ, കുടുംബങ്ങൾ ഒക്കെ സമർപ്പിക്കാം. ഒട്ടുമേലായിരുന്ന് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഈശോയുടെ സ്നേഹവലയത്തിൽ ലോകം മുഴുവനെയും സമർപ്പിച്ച് തമ്പുരാൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച നിമിഷങ്ങളാണ്. തീർച്ചയായിട്ടും ലോകം മുഴുവനും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. നമ്മുടെ പ്രാർത്ഥനകളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെട്ടു. തമ്പുരാൻ നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മീതെ തൻ്റെ കരുണയുടെ കരം നീട്ടി എന്ന് വിശ്വസിച്ചുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ കാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.